നമസ്കാരം. തൊഴിലാളികൾക്കെതിരായ ആത്മാർത്ഥതയില്ലാത്ത കേന്ദ്ര സമീപനത്തിനെതിരെ ദേശവ്യാപകമായ പണിമുടക്ക് നടക്കുന്നതിന് ഇടെയാണ് നാടകീയ സംഭവ വികാസങ്ങൾ ഡൽഹിയിൽ നടക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിക്കും ബി.ജെ.പി നയിക്കുന്ന മോദി സർക്കാരിനും ആത്മാർത്ഥതയേക്കാൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കാണ് താല്പര്യം എന്ന് വെളിവാക്കുന്നതാണ് സാമ്പത്തിക സംവരണത്തിൽ തിടുക്കത്തിലുള്ള ബിൽ അവതരണം. നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് ഭരണഘടനയെ പോലും ദുരുപയോഗം ചെയ്യുന്ന നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് പലപ്പോഴും തിരിച്ചടി കിട്ടിയിട്ടുള്ളതാണ്. അലോക് വർമ്മയെ CBIയുടെ തലപ്പത്ത് തിരിച്ചിരുത്തിയ സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനം ബി.ജെ.പി സർക്കാരിനുള്ള കനത്ത ആഘാതമാണ്. ദേശീയ പണിമുടക്ക് നടക്കുന്നതിനിടെയാണ് ഭരണഘടനാ വിരുദ്ധം എന്ന ആരോപണം നേരിടുന്ന തൊഴിലാളി സംഘടനാ ഭേദഗതി ബില്ലിന്റെ അവതരണവും. രാജ്യസഭയിൽ പാസ്സാകുമോ എന്ന് ഉറപ്പില്ലാതിരുന്നിട്ടും സാമ്പത്തിക സംവരണ ബില്ലുമായി ഇന്ന് തന്നെ ലോക്സഭയിലെത്തിയ കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് 2019 തെരഞ്ഞെടുപ്പാണോ ലക്ഷ്യമിടുന്നത്? ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. സംവരണവും പൗരത്വവും ഉയർത്തി ചർച്ച വഴിമാറ്റുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രമോ? പണിമുടക്കുന്ന തൊഴിലാളികളുടെ പരാതി കേൾക്കാത്ത കേന്ദ്ര സമീപനം അടിസ്ഥാന വർഗങ്ങൾക്ക് എതിരോ? സാമ്പത്തിക സംവരണ ബിൽ യഥാർത്ഥത്തിൽ മുന്നോക്ക വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയോ? കേന്ദ്ര നീക്കത്തിൽ സംശയമുള്ള ജനവിഭാഗങ്ങളോട് ചർച്ച ചെയ്യാതെ മുന്നോട്ടു പോകുന്നത് ബി.ജെ.പിയുടെ വർഗീയ അജണ്ടയുടെ ഭാഗമോ? വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ബി.ജെ.പിയെ തിരിച്ചറിയുന്നവരെ ആശയക്കുഴപ്പത്തിലാക്കാനോ തിടുക്കത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ? കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് ശ്രീ സോമപ്രസാദ് MP, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ PV മുരുകൻ, ഇന്ത്യൻ നായർ മൂവ്മെന്റിന്റെ പ്രതിനിധി ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ ശ്രീ സോമപ്രസാദ്, ഇപ്പോൾ ലോക്സഭയിൽ സാമ്പത്തിക സംവരണ ബില്ല് സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ്, ചർച്ച നടക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മാത്രം ബില്ല് അംഗങ്ങൾക്ക് നൽകിക്കൊണ്ട് പെട്ടെന്ന് ഈ രീതിയിൽ ചർച്ച നടത്തി എന്ത് താല്പര്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ബില്ലിന്റെ കാര്യത്തിൽ പുറത്തേക്ക് നൽകുന്നത്? ഇത് ആത്മാർത്ഥതയുള്ള കേന്ദ്ര സർക്കാരിന്റെ സംവരണ നീക്കങ്ങളിൽ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ ഒരു രീതിയോടുള്ള കൃത്യമായ നിലപാടാണ് എന്ന് ശ്രീ സോമപ്രസാദ് MP കരുതുന്നുണ്ടോ? ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ജിമുക്ക് മാത്രമാണ്. വാസ്തവത്തിൽ ബി.ജെ.പി ഗവൺമെന്റിന്, നരേന്ദ്രമോദി ഗവൺമെന്റിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ 4.5 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴേ അവർക്ക് ഈ ബില്ല് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ബില്ല്, ഇങ്ങനൊരു ബില്ല് തിരക്ക് പിടിച്ച് മെനഞ്ഞാന്ന് ക്യാബിനറ്റ് കൂടി ഇന്നലെ തയ്യാറാക്കി, ഇന്നലെ അനൗൺസ് ചെയ്ത് ഇന്ന് ലോക്സഭയിൽ വയ്ക്കുന്നു. നാളെ ഒരു ദിവസം കൂടെ രാജ്യസഭ എക്സ്റ്റെൻഡ് ചെയ്ത്, രാജ്യസഭ യഥാർത്ഥത്തിൽ അതിൻ്റെ നേരത്തെ തീരുമാനിച്ചിരുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന് തീരേണ്ടതാണ്. ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ 13-ാം മണിക്കൂറിലേക്ക് ഇവർ ഈ ബില്ല് അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ വാസ്തവത്തിൽ ഈ വിഷയത്തോട് യാതൊരു ആത്മാർത്ഥതയും ബി.ജെ.പിക്കില്ല, നരേന്ദ്രമോദി ഗവൺമെന്റ് ഇല്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ്. അതല്ലെങ്കിൽ നേരത്തെ ഇത് ചെയ്യുമായിരുന്നു. ഇപ്പോഴിത് അവതരിപ്പിക്കാനുള്ള കാരണം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ 5 നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി അതിൻ്റെ പ്രകടനം നമ്മളെല്ലാം കണ്ടതാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉൾപ്പെടെ തോറ്റു തുന്നം പാടിയിരിക്കുന്ന അവസ്ഥ. ആ സാഹചര്യത്തിൽ അത് മാത്രമല്ല, അതിന് തൊട്ടുമുമ്പ് UP നടന്നിട്ടുള്ള 5 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 5 തെരഞ്ഞെടുപ്പുകളിൽ 4ഇടത്തും ബി.ജെ.പി പരാജയപ്പെട്ടു. യോഗി ആദിത്യനാഥും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരത്തെ മത്സരിച്ച് ലക്ഷക്കണക്കിന് വോട്ടിൽ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളിലാണ് അവർ പരാജയപ്പെട്ടത്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൻ്റെ ഇടയ്ക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി തോറ്റു തുന്നം പാടുന്ന കാര്യമാണ്, സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള ഈ കഴിഞ്ഞ് 5 അസംബ്ലികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത്.
ഇങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ അവരെ കൈയൊഴിയുന്നു എന്ന കാര്യം BJPക്ക് പൂർണ്ണമായി ബോധ്യമാവുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു ജിമിക്ക് കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരാൻ BJP ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നത്. അല്ലാതെ യാതൊരു ആത്മാർത്ഥതയോടു കൂടിയല്ല. ആത്മാർത്ഥതയോടു കൂടിയാണ് അവർ ഈ കാര്യം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കണം. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ 78 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ്. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്നുള്ളത് CPIM-ന്റെ പ്രഖ്യാപിതമായ നയമാണ്. 78 മുതൽ തുടർച്ചയായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ഒരു ചെറിയ സംവരണം കൊടുക്കുക എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തോട്, ആ നയത്തോട് CPIM-ന് യാതൊരു വിയോജിപ്പുള്ളതല്ല. CPIM അതിനുവേണ്ടി നിൽക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ നമുക്കറിയാം, ദേവസ്വം ബോർഡിൽ 10% ഈ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊണ്ടുവന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ എതിർക്കുന്നത് ഈ നയത്തെയല്ല, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു ചെറിയ ശതമാനം സംവരണം കൊടുക്കണം എന്ന വിഷയത്തെയല്ല, മറിച്ച് ഇത് നടപ്പാക്കിയ രീതിയാണ്. അതോടൊപ്പം തന്നെ യാതൊരു ആത്മാർത്ഥതയില്ലാതെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ താല്പര്യത്തിൻ്റെ പേരിൽ മാത്രം നടപ്പിലാക്കുന്ന ഈ രീതിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് മാത്രമല്ല, ഒരു പോയിന്റ് കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളതിന് ഇപ്പൊ ഈ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ല് കൊണ്ട് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാനാവില്ല. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സോമപ്രസാദ്. PM സുരേഷ് ബാബു, ഇന്നിപ്പോൾ കോൺഗ്രസും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ തന്നെ കോൺഗ്രസ് അംഗങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. JPC വേണം ഈ കാര്യത്തിലും എന്ന് ആണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്. ഈ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുമ്പോഴും അക്കാര്യത്തിൽ BJP-യുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുക തന്നെയാണ് കോൺഗ്രസും. എന്തുകൊണ്ടാണ് കോൺഗ്രസിനും അത്തരത്തിലൊരു നിലപാട്? ഇത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി ഇത് പാസ്സാക്കിയെടുക്കുന്നതിന് ഇപ്പോൾ അവരതൊരു മണി ബില്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകസഭയിൽ ഇത് പാസ്സായി വന്നാൽ പോലും രാജ്യസഭയിൽ പാസ്സായി നിയമസഭയ്ക്കകത്ത് 50% നിയമസഭകൾ പാസ്സാക്കി നിയമമാക്കി ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ടൈമിംഗ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ളത് അവിശ്വാസം ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള. കഴിഞ്ഞ 4.5 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാധുക്കളായ പാവപ്പെട്ട ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സർക്കാർ ഉദ്യോഗത്തിലുമൊക്കെയുള്ള റിസർവേഷൻ വേണം എന്ന താല്പര്യം ഈ ഗവൺമെൻറ്റിനുണ്ടായിരുന്നെങ്കിൽ ആ താല്പര്യത്തെ ത്തിനനുസൃതമായി എത്രയോ അവസരങ്ങൾ, എത്രയോ സാധ്യതകൾ ഉണ്ടായിരുന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ശ്രീ സോമപ്രസാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2-3 സംസ്ഥാനങ്ങളിൽ അടിതെറ്റിയപ്പോൾ ഉത്തർപ്രദേശ് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അടർന്നു പോകുന്നതായി കണ്ടപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോരാനുള്ള ഒരു അവസാനത്തെ പിടിവള്ളി എന്നുള്ളത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൂത്രം പിടിച്ചു കയറുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അതീവ ജുഗുപ്സാവഹമായ രീതിയിലുള്ള ഒരു രക്ഷനേടലിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്നതിൽ കവിഞ്ഞ് ഒരു സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും കണിക ഇതിനകത്ത് കാണാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ വിമർശനാത്മകമായി സൂചിപ്പിക്കുന്നത്. താത്വികമായി കോൺഗ്രസ് ഇതിനെ അംഗീകരിക്കുന്നത് അതിൻ്റെ അന്തസത്തയോടുള്ള യോജിപ്പാണ്. ഞങ്ങൾ കേരളത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളോട് അടിസ്ഥാനപരമായി യോജിക്കുന്ന സമീപനമാണ് അധികാരത്തിലുള്ളപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിനെ ഒരിക്കലും താത്വികമായി എതിർക്കുകയില്ല, മറിച്ച് പ്രായോഗിക സംവിധാനത്തിൽ ഭരണത്തിൽ തിരികെ കയറുവാനുള്ള കുൽസിത ശ്രമം എന്നുള്ള നിലയിൽ അധികാരം ഉപയോഗിച്ച് അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം എന്നുള്ള നിലക്ക് അതിനെ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസ് നിർവഹിക്കുകയും ചെയ്യും. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ മുരുകനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഘട്ടത്തിൽ ചർച്ചയിൽ ഒരുപക്ഷെ BJP-യുടെ ഈ നിലപാടിനോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണനാണ്. ഇന്ത്യൻ നായർ മൂവ്മെന്റിന്റെ പ്രതിനിധിയാണ് ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ. ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും നിലപാട് കണ്ടല്ലോ. അവർ ഇന്നോ ഇന്നലെയോ അല്ല, നേരത്തെ തന്നെ ഈ സാമ്പത്തിക സംവരണത്തെ അവരുടെ തന്നെ പ്രകടന പത്രികകളിലും
ഒക്കെ പറയുകയും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ജനങ്ങളോടൊക്കെ അവരും ഒരു ചെറിയ ശതമാനം സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് വാദിക്കുന്നവരുമാണ്. 4.5 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ശേഷം ഇനി ഒരു മാസത്തിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു ബില്ലുമായി പെട്ടെന്ന് 24 മണിക്കൂർ മുമ്പ് ഒരു നോട്ടീസ് ഉണ്ടാകുന്നു, ബില്ല് ഇന്നുച്ചയ്ക്ക് കൊടുക്കുന്നു, ഭേദഗതികൾക്കുള്ള സാധ്യത പോലുമില്ലാതെ, ചർച്ചകൾക്കുള്ള സാധ്യത പോലുമില്ലാതെ വിശാലമായ ചർച്ച നടക്കേണ്ട ഒരു വിഷയത്തിൽ ഇങ്ങനെ ബില്ല് അവതരിപ്പിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിലുള്ള പ്രതീക്ഷ? ശ്രീലാൽ, ഇതിനകത്ത് വളരെ കൃത്യമായി BJP വക്താവ് എന്ന നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്. CPM പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെയും വക്താക്കളെല്ലാം ഈ പറഞ്ഞ സംവരണത്തിനെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ പ്രായോഗികമായി പറയുകയാണെങ്കിൽ BJP ആണ് ഇതിപ്പോൾ കൊണ്ടുവന്നത്. ഇലക്ഷൻ ഇനി ഏതാണ്ട് 1.5 മാസം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള സമയം അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് ചെയ്തത് ഇപ്പോൾ BJP ആണ്. ഞാൻ ഒരു നായർ മൂവ്മെന്റ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയുകയാണ്. അത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതാണ് നായർ മൂവ്മെന്റ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതൊരു സന്തോഷ വാർത്തയാണ്. ഇതിപ്പോൾ കൊണ്ടുവന്നത് BJP ആണ്. സ്വാഭാവികം ഞങ്ങൾക്ക് ഇതിൽ സന്തോഷം ഉളവാക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾ ഇതിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടിയാൽ മതി എന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. സംവരണം വരുമ്പോൾ എല്ലാവരും എതിർക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ സാമ്പത്തിക സംവരണം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. സംവരണം പഴയ കാലത്തുണ്ടായിരുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്ത സംവരണം, അംബേദ്കറും ഗാന്ധിജിയും എല്ലാം കൂടെയാണ് സംവരണം ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ് എൻ്റെ അറിവ്. എൻ്റെ എളിയ അറിവ് ശരിയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ സംവരണ രീതിയല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിലും മറ്റു വിഭാഗങ്ങളിലുള്ള താഴേക്കുള്ള ആൾക്കാരുടെ സംവരണം നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക സംവരണമായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ വടക്കോട്ട് നോക്കിയാൽ മലബാർ മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങളിലാണ് വിദ്യാഭ്യാസ സംവരണം കൊടുക്കേണ്ട വീടുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പല വീടുകളിലും വിദ്യാഭ്യാസ സംവരണം കുടുംബങ്ങൾ. കൃഷ്ണൻ, നിങ്ങൾക്ക് ഈ സംവരണത്തിന്റെ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. തീർച്ചയായും. പക്ഷേ ചരിത്രത്തെ മറന്നുകൊണ്ടും എന്തുകൊണ്ടാണ് സംവരണം ഏർപ്പെടുത്തിയത് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ അതിനെ ഇപ്പോൾ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ ഡേറ്റ വെച്ചിട്ടാണോ ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ പിന്നോട്ട് ഉള്ള വിഭാഗങ്ങൾക്ക് അർഹിക്കാത്ത സംവരണമാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രയോഗങ്ങളൊക്കെ? അർഹിക്കാത്തതെന്ന് ഞാൻ പറയുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ സംവരണം, അതായത് അംബേദ്കറും ഗാന്ധിജിയും എല്ലാം മുൻകാലങ്ങളിൽ അതായത് ഹിന്ദുക്കളെ തന്നെ ഹരിജനങ്ങൾക്ക് പ്രത്യേക വോട്ടാകാം എന്ന് പറഞ്ഞ് മുറിക്കാനായി ശ്രമിച്ചപ്പോൾ അന്ന് ഗാന്ധിജി തന്നെ നിരാഹാര സമരം തുടങ്ങുമെന്ന് പറഞ്ഞൊക്കെയാണ് സംവരണം ഒരു കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എന്റെ അറിവ്. ഗാന്ധിജി ഈ കാര്യത്തെ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംവരണം കൊണ്ടുവരികയായിരുന്നു. ഭീഷണി എന്നല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളെ മുറിക്കപ്പെടും, ഇന്ത്യ രണ്ടായി വീണ്ടും വിഭജിക്കപ്പെടും, താഴേക്കിടയിലുള്ള ആൾക്കാരും ഭൂരിപക്ഷം ആൾക്കാരും തമ്മിൽ വീണ്ടും ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വികാരം ഉണർത്താൻ വേണ്ടി പറയാമെന്നല്ലാതെ ചരിത്രവുമായി പിൻബലമില്ലാത്ത കേട്ടറിവ് വെച്ച് മാത്രമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രയോഗിക്കരുത്. ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു കാര്യം നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുമ്പോൾ പോലും ചരിത്രവുമായി നിങ്ങൾ എത്രത്തോളം ഈ കാര്യത്തിൽ അറിവ് പൊരുത്തപ്പെടുന്ന സംശയമുണ്ട്. അവിടെ നിൽക്കട്ടെ, അതല്ല എന്റെ ചോദ്യം. BJP സർക്കാർ ഈ 4.25 വർഷം കാത്തിരുന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ മാത്രം ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇത് നടപ്പിലാകുമെന്നും നിയമപ്രശ്നം ഈ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിലും വ്യക്തതയുണ്ടോ? തീർച്ചയായിട്ടും ശ്രീലാൽ, ഇലക്ഷൻ മുന്നിൽ വ്യക്തതയുണ്ടോ? പ്ലീസ് ദയവായി ഒന്നുകൂടെ പറയൂ. എനിക്ക് അതായത് ഈ കാര്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ കൊണ്ടുവന്ന് ഇങ്ങനെ ബിൽ അവതരിപ്പിക്കുന്നത് വഴി ഇന്ത്യ ഒട്ടാകെ ഇതിപ്പോൾ നടപ്പാക്കാൻ പോവുകയാണ്. നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പോലെ എല്ലാവർക്കും ഇതാ സാമ്പത്തിക സംവരണം വരാൻ പോകുന്നു BJP പറഞ്ഞിരിക്കുന്നത് പോലെ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ബില്ലിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് മാത്രം കൊണ്ടുവന്ന ബില്ല് എന്നുള്ള നിലയ്ക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഈ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടായിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതൊക്കെ ഇത് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഉള്ളതാണ്. ഇനിയും അത് ചർച്ചയിലേക്ക് പോകേണ്ടതാണ്. പെട്ടെന്ന് ചാടിക്കേറി ഇതിങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശിവസേന പോലും ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാത്തിരുന്നാൽ മതി, പെട്ടെന്ന് ആവശ്യമില്ല, നടക്കണമെങ്കിൽ പ്രായോഗികമായി നടക്കണമെങ്കിൽ കുറച്ച് കാത്തിരുന്നാകൂ എന്നാണ്. അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രശാന്ത് ഉണ്ണികൃഷ്ണന് തോന്നുന്നുണ്ടോ ഈ തിടുക്കം കാണുമ്പോൾ?
അല്ല, ഇതിൽ തിടുക്കത്തിന്റെ പ്രശ്നം എന്താണ്? ഇത് മുന്നോക്ക വിഭാഗത്തിന് അവിടെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് സംവരണം കൊടുക്കുന്നതിൽ ആർക്കാണ് വ്യക്തത കുറവ്? എനിക്കതിൽ യാതൊരു വ്യക്തത കുറവും കാണുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ പി വി മുരുകൻ, ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആളുകളെ, അതുപോലെയുള്ള സമുദായങ്ങൾക്ക് ഇപ്പോൾ കേട്ട ഈ സന്തോഷകരമായ ഒരു മതിപ്പുണ്ടാകാൻ വേണ്ടി BJP കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക സംവരണ ബില്ല് എന്നതിനപ്പുറം അതിന്റെ പ്രായോഗിക തലത്തിൽ ഈ പറയുന്ന സന്തോഷത്തിന് വകയുണ്ട് എന്നും ചരിത്രത്തോട് നീതി പുലർത്തുന്നതാകും എന്നും ശ്രീ മുരുകൻ കരുതുന്നുണ്ടോ? ശ്രീ ലാൽ, ഇദ്ദേഹം ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് സന്തോഷം പ്രകടിപ്പിച്ചല്ലോ. അങ്ങനെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് സ്വാഭാവികമായിട്ടും ഈ മോഡി ഇത് കൊണ്ടുവന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്താണ് യഥാർത്ഥ സംവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവരണത്തിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടുന്ന സംവരണമാണ്. വാസ്തവത്തിൽ സാമ്പത്തിക സംവരണം ഈ സംവരണത്തിന് എതിരാണ്. സാമ്പത്തിക സംവരണം വരുന്നതോടുകൂടി തന്നെ അതിന്റെ കാതൽ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ സംവരണം ഇല്ലാതാവുകയാണ്. അത് മനസ്സിലാക്കുന്നില്ല. മറ്റൊന്ന്, BJP ജനിച്ച അന്ന് മുതൽ BJP എല്ലാ കാലത്തും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സംവരണത്തിനെതിരായിരുന്നു. എല്ലാ സംസ്ഥാനത്തും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJP ഈ സംവരണത്തിന് അനുകൂലമായി സംസാരിച്ചാൽ ചരിത്രത്തിലെങ്ങുമില്ല. അപ്പോൾ ഈ വൈകിയ വേളയിൽ 16-ാം മണിക്കൂറിൽ അവർ ഈ കൊണ്ടുവരുന്ന സാമ്പത്തിക സംവരണം, 10% സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് സംവരണത്തിന്റെ അടിസ്ഥാനപരമായി സംവരണത്തിനെതിരാണ്. അത് ഒരു ഗിമ്മിക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, ഇലക്ഷനിൽ ഇപ്പം നേരത്തെ ശ്രീ സുരേഷ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ശ്രീ സോമപ്രസാദ് ഒക്കെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ ഗിമ്മിക്കാണ്. പക്ഷെ രാഷ്ട്രീയ ഗിമ്മിക്കിനപ്പുറം CPM ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഇടതുപക്ഷ പ്രത്യേകിച്ചും CPIM കാലങ്ങളായി മണ്ഡൽ കമ്മീഷന്റെ കാലത്തെ തന്നെ പിന്തുടർന്നിരുന്ന ഇതുണ്ട്. എന്താണ് സംവരണം എന്ന് പറഞ്ഞാൽ? ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെഷനാണ്. ലിമിറ്റഡ് കൺസെഷൻ മാത്രമാണ്. നമുക്കറിയാം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15ഉം 16ഉം ഭേദഗതി ചെയ്യാനാണ് അവർ പോകുന്നത്. എന്താണ് ആ പദ്ധതിയിൽ പറയുന്നത്? റെസ്ട്രിക്റ്റീവ് പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. ഈ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതാണ്. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനാണ് പറയുന്നത്. എന്താണ് അത്? അങ്ങനെ ഡിസ്ക്രിമിനേഷനെതിരെ പറയുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ ഭരണഘടന 15 എന്ന് പറയുന്നത്. അതിനകത്ത് സബ്സെക്ഷനിൽ പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. ചില ഡിസ്ക്രിമിനേഷൻ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടാണ് SC STക്കും OBCക്കും സംവരണം ഏർപ്പെടുത്തിയത്. നമുക്കറിയാം, മണ്ഡൽ കമ്മീഷന്റെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകി 10 വർഷത്തിന് ശേഷമാണ് VP സിംഗ് ഗവൺമെന്റ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. ആ കാലത്ത് പോലും ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം സംവരണത്തിനെതിരായിട്ടല്ല സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംവരണം മാത്രം കൊണ്ടല്ല, അല്ലാതെ തന്നെ അടിസ്ഥാനപരമായ ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവരികയും ഭൂമിയില്ലാത്ത റൂറൽ പാവപ്പെട്ടവരുടെ, ഗ്രാമീണ ദരിദ്രരുടെ ഇത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, OBCക്ക് എന്താ സംവരണം ഏർപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? നഗര കേന്ദ്രീകൃതമല്ല ഒരിക്കലും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ. അവർ ഗ്രാമത്തിൽ ഒതുങ്ങി കിടക്കുന്നവരാണ്. നഗരത്തിലേക്ക് വരാൻ പോലും അവർക്ക് യോഗ്യതയില്ല. അവർക്ക് വരാൻ പറ്റില്ല. അവർക്ക് ലാൻഡില്ല. ഗ്രാമങ്ങളിൽ പോലും അവർക്ക് ഭൂമിയില്ല. അവരപ്പം എന്താണ് റൂറൽ പുവർ എന്ന് പറയുന്ന ദരിദ്രരായ ഗ്രാമീണരാണ് ബഹുഭൂരിപക്ഷം വരുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. SC STയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഈ SC STക്ക് സംവരണം ഏർപ്പെടുത്തി 40 വർഷത്തിന് ശേഷം നടത്തിയ ഒരു പഠനത്തിൽ വെറും 5% ഈ SC STയുടെ ഈ ജോബ് റിസർവേഷൻ എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ അറ്റൈൻ ചെയ്തിട്ടുള്ള ജോബ് റിസർവേഷൻ 5%. അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ ഇതെല്ലാമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗാന്ധിജി പ്രത്യേക ഹിന്ദുക്കൾ വിഭജിതമായിരിക്കാൻ വേണ്ടിയിട്ട് സംവരണം കൊടുത്തു. അങ്ങനെയല്ല സംവരണം ഇന്ത്യയിൽ വന്നത്. അത് ചരിത്രബോധം അറിയാത്തതുകൊണ്ടാണ്, ചരിത്രത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ വന്നതല്ല. അതൊരു കാരണമാണ്. അങ്ങനെയൊന്നുമല്ല വന്നത്. യഥാർത്ഥത്തിൽ അംബേദ്കറെ പോലുള്ള ആളുകൾ മാത്രമല്ല, കോൺഗ്രസിലെ തന്നെ ആ കാലത്തെ ഇതിന്റെ കാര്യങ്ങൾ ചരിത്രം അറിയാവുന്നവർ, നമുക്കറിയാം, എത്രയോ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന വിഭാഗമാണ് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും. നൂറ്റാണ്ടുകളായിട്ട് അവർക്ക് റിസർവേഷൻ വന്നിരിക്കുന്നതാണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടാണ്, ഇക്കണോമിക്കലി അല്ല. ശരി, പറയുന്നുണ്ട് എക്കണോമിക്കലി എന്ന വാക്ക് ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ. ഇതിനോട് തർക്കിക്കാൻ നിങ്ങൾക്കുണ്ടാകും. പക്ഷെ ആ തർക്കത്തിന്റെ വാദത്തിന്റെ അവസ്ഥയിലല്ലോ നമ്മൾ ഇപ്പോഴുള്ളത്. ഇതൊരു ബില്ല് അവതരിപ്പിച്ചത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ്? നടക്കാൻ പോകുന്നതാണോ? ഇന്ത്യയുടെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഭാഗത്തെയും പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് തന്നെയാണ്. ശ്രീ സോമപ്രസാദ്, അപ്പോൾ ഈ കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗിമ്മിക്കാണ് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നത് എന്നുള്ളത്. മറ്റെല്ലാം മറന്നുകൊണ്ട് റഫേലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ
ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വഴി കിട്ടുന്ന തിരിച്ചടികൾ പോലും ചർച്ചയാകാതെ ഈ ചർച്ചകളെ വഴിമാറ്റി കൊണ്ടുപോവുക എന്നതൊക്കെ ഈ ഗിമ്മിക്കിന്റെ ഭാഗമായി കാണാം. ഇന്നിപ്പോൾ 48 മണിക്കൂർ തൊഴിലാളികൾ രാജ്യവ്യാപകമായി കോടിക്കണക്കിന് തൊഴിലാളികൾ പണിമുടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനപ്പുറം ആ തൊഴിൽ നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലും ഇതാ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ച് ചർച്ചകളെ വഴിമാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് പറയുമ്പോൾ SC/ST വിഭാഗങ്ങൾക്ക് ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന ഘട്ടം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അല്ല ഈ സാമ്പത്തിക സംവരണത്തിന്റെ അവസ്ഥ എന്നത് ചില രാഷ്ട്രീയ പാർട്ടികളെയെങ്കിലും ഇന്ന് പാർലമെന്റിൽ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഈ സംവരണത്തിന്റെ അധികാരം കിട്ടേണ്ടതുണ്ട് എന്ന കാര്യം ഈ ബില്ലിൽ അങ്ങനെയുള്ള വ്യവസ്ഥകൾ വേണം എന്ന് പറയുന്നവരുണ്ട്. 8 ലക്ഷമാണ് വരുമാനത്തിന്റെ പരിധി വെക്കുന്നത് എന്നുള്ളത് ഒരു മാസത്തിൽ 60,000-ൽ പരം 66,000-ഓളം രൂപ കിട്ടുന്നവരെയാണ് ഈ സാമ്പത്തിക സംവരണത്തിലേക്ക് കൊണ്ടുവരുന്നതായി ഈ ബില്ല് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചില പൊരുത്തക്കേടുകളുണ്ട്. അപ്പോ ഇന്ത്യ ഒട്ടാകെ നോക്കി ചിന്തിച്ച് ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ബില്ലല്ല എന്നതിനപ്പുറം ഒരു ചർച്ചയ്ക്ക് മാത്രം, ഇത് നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നതിനപ്പുറം ചർച്ച ചെയ്ത് വോട്ട് പിടിക്കുക എന്നതിനപ്പുറമുള്ള ഒരു നിലപാടുമില്ല എന്നത് ഇപ്പോൾ പറയാനാകുന്നുണ്ടോ? ആ ചർച്ചയ്ക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സ്കോപ്പ് ഉണ്ടോ? ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും നാളെയുമായി ഇത് തീർപ്പ് കൽപ്പിക്കുമ്പോൾ തീർച്ചയായും ഇതിനകത്ത് ഈ നിലവിലുള്ള എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു ബില്ല് ഇപ്പം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ ബില്ല് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം പാർലമെന്റിൽ രാജ്യസഭയിൽ ഈ ബില്ല് ഞങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. നാളെ ഈ ബില്ല് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യസഭ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ബില്ല് നേരത്തെ സർക്കുലേറ്റ് ചെയ്ത് അതിനെ സംബന്ധിച്ച് പാർലമെന്റ് അംഗങ്ങൾക്ക് പഠിക്കാൻ അവസരം കൊടുത്ത് 24 മണിക്കൂറെങ്കിലും അവർക്കതിനെ സംബന്ധിച്ചുള്ള ഭേദഗതികൾ സബ്മിറ്റ് ചെയ്യാൻ അവസരം കൊടുത്ത് ആ ഭേദഗതികൾ സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ നിരവധി പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പാർലമെന്റിന്റെ ഫ്ലോറിൽ ഒരു ബില്ല് ചർച്ചയ്ക്ക് വരിക. ഇത് താങ്കൾ നോക്കണം, ഇന്ന് രാത്രി വരെ ഇരുന്നിട്ട് ഇപ്പോഴും എനിക്ക് ലോക്സഭയിൽ ആ ചർച്ച നടക്കുകയാണ്. ആ ചർച്ച പൂർത്തിയായതിനു ശേഷം ആ ബില്ല് പാസ്സാവുകയോ പാസ്സാവാതിരിക്കുകയോ എന്തും സംഭവിക്കാമല്ലോ. പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എപ്പോഴാണ് രാജ്യസഭ മെമ്പർമാർക്ക് ഇത് ഈ ബില്ല് സർക്കുലേറ്റ് ചെയ്യുന്നത്? അതിനുശേഷം എപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കി? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, ഒരു രാജ്യസഭാ അംഗവും വൈകിട്ട് 6 മണി വരെ ഈ ബില്ല് കണ്ടിട്ടില്ല. അത് കാണാൻ കഴിയില്ല. കാരണം സർക്കുലേറ്റ് ചെയ്തെങ്കിലല്ലേ കാണാൻ കഴിയൂ. എന്തിനാണ് ഇത്രയും തിരക്ക് പിടിച്ച് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നത്? അങ്ങനെ തിരക്ക് പിടിച്ച് കൊണ്ടുവരേണ്ട ഒരു നിയമമാണോ ഇത്? ഇവിടെ 10, 15, 12 വർഷക്കാലം പഴക്കമുള്ള ബില്ലുകളാണ് ഇപ്പോൾ പലതും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നടപ്പിലാക്കാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതോടൊപ്പം തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നളന്ദ ബില്ല് എന്ന് പറഞ്ഞിട്ട് ബില്ല് ഇന്നലെ വന്നു, അത് വിഡ്രോ ചെയ്തു. 10 വർഷം പഴക്കമുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ പാർലമെന്റിൽ വളരെ പഴക്കമുള്ള ബില്ലുകൾ നിലനിൽക്കുകയും അത് പാസ്സാക്കാൻ വേണ്ടി സമയം കണ്ടെത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ 13-ാം മണിക്കൂറിൽ ഇന്ന് യഥാർത്ഥത്തിൽ ലോക്സഭയും രാജ്യസഭയും അതിന്റെ പ്രവർത്തനങ്ങൾ വൈൻഡപ്പ് ചെയ്യേണ്ട ദിവസമാണ്. ആ സമയത്ത് ഒരു ദിവസം ദീർഘിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ തിരക്ക് പിടിച്ചൊരു ബില്ല് കൊണ്ടുവരുന്നത്? ഒരേ ഒരു കാര്യം മാത്രമാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് BJP ഇന്ത്യ രാജ്യത്ത് ഭരിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഇന്ത്യയിലെ ജനങ്ങളോട് നൽകിയ ഒരു വാഗ്ദാനവും അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. 2 കോടി ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് എല്ലാ വർഷവും തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇപ്പോൾ 9 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് തൊഴിലുണ്ടായിരുന്നവരുടെ 1 കോടി തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള കണക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്ന് ഇന്ത്യയിൽ 20 കോടി ജനങ്ങൾ, 20 കോടി തൊഴിലാളികൾ പണിമുടക്കുന്നത് ഏതെങ്കിലും ഒരു പുതിയ ആ 12 മുദ്രാവാക്യങ്ങൾ, ഈ തൊഴിലാളികൾ പണിമുടക്കുന്നതിന്റെ ഇപ്പോൾ BMS ഒഴികെയുള്ള എല്ലാ പ്രധാന ദേശീയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചാണ് ഈ പണിമുടക്കുന്നത്. ആ പണിമുടക്കുന്ന അവരെല്ലാം കൂട്ടിയോജിപ്പിച്ച 12 മുദ്രാവാക്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും പ്രത്യേകിച്ചൊരു വളരെ പരമപ്രധാനമായിട്ടുള്ള ഏറ്റവും വലിയൊരു ആനുകൂല്യം പുതിയതായിട്ട് നേടിയെടുക്കാൻ വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല അവർ വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അവർ വെച്ചിരിക്കുന്നത് നിലവിലുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും
അതോടൊപ്പം തന്നെ ഈ വിലവർധനയനുസരിച്ച് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കൂലി വർധനവിനും അതോടൊപ്പം തന്നെ പെൻഷൻ വർധനവിനും വേണ്ടിയിട്ടാണ്. ഒപ്പം ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യം കൂടുതൽ തൊഴിലവസരങ്ങൾ പൊതുമേഖലയിൽ ലഭ്യമാകുക. തൊഴിൽ നിയമങ്ങൾ, ഇന്ന് നിലവിലുള്ള നിയമങ്ങൾ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റുന്നതിന് വേണ്ടി, അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്ന ആ നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ മോഡിയുടെ ഭരണം പരാജയമായിരുന്നു എന്നുള്ളതാണ്. ആ പരാജയമായിരുന്നത് കൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചിട്ടുള്ള ജനങ്ങൾ 4.5 വർഷക്കാലത്തിന് മുമ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾ ഇന്ന് പാടെ മാറിക്കൊണ്ടിരിക്കുകയാണ് BJPക്കെതിരായി. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളിലെല്ലാം കാണുന്നത്. സ്വാഭാവികമായിട്ടും യാതൊരു ഫ്യൂച്ചറും അടുത്ത തെരഞ്ഞെടുപ്പിൽ മോഡിക്കുമില്ല, BJPക്കുമില്ല. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നതിന്റെ പ്രശ്നം, ഇതൊന്നും നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ ഈ ബില്ലെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് സംവരണത്തിന്റെ ഒരു കാര്യത്തിന് 4 വർഷം ഇട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ആകെ തന്നെ കറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള്ളക്കളി നടത്താനാണ്. ജിമിക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിനാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. PM സുരേഷ് ബാബു, അപ്പോൾ വ്യക്തമാണ് ഈ കാര്യങ്ങൾ. ഒരുപക്ഷെ BJP ആദ്യമായി ലോക്സഭയിലേക്ക് വലിയ മുന്നേറ്റം നടത്തി വന്ന മണ്ഡൽ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകും. ആ കാലഘട്ടത്തിന് സമാനമായ ചില പരീക്ഷണങ്ങളിലേക്ക് ഇപ്പോൾ പോകുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ശ്രീ സോമപ്രസാദ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വാഗ്ദാനവും പാലിച്ചത് പറയാനില്ലാത്തതുപോലെ നിങ്ങൾ തന്നെ ഇപ്പോൾ വലിയ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ വരുന്ന റഫേലിനെ കുറിച്ച് ഒരു മിണ്ടാട്ടവും വരാതിരിക്കാൻ, അതല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ ഈ സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ദേശീയ പണിമുടക്കിന്റെ കാര്യങ്ങൾ പോലും ഒരു തരത്തിലും പ്രതിഫലിക്കാത്ത പാർലമെന്റായി മാറാൻ വല്ലാതെ ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ, അതുപോലെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന സമീപനങ്ങൾ എടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ, 2 കോടി പ്രതിവർഷമുള്ള തൊഴിലിനെ കുറിച്ച് ചോദിക്കാതെ, ഈ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ കളിയാക്കിയെങ്കിലും ചോദിക്കാറുണ്ട്, ആ കാര്യങ്ങൾ പറയാൻ ഇട നൽകാതെ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് സംവരണത്തിന്റെ പേരിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഐക്യം പോലും ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ പറ്റുമോ? ഉത്തർപ്രദേശിലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും BSPയും SPയും ഒക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ ഐക്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവിടെ പോലും കോൺഗ്രസിനൊപ്പമോ ഇടതുപക്ഷത്തിനൊപ്പമോ അങ്ങനെയുള്ള ഐക്യത്തിന്റെ ഘട്ടങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന ഒരു ഗവേഷണത്തിന്റെ ഫലമായി നടക്കുന്ന ഈ ഘട്ടത്തെ എങ്ങനെ നേരിടും നിങ്ങളൊക്കെ? അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു സമീപനം ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ ഇടയായി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് ഇതുണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അതാണ് വസ്തുത. സന്തോഷം നൽകും ഏത് ജനവിഭാഗങ്ങൾക്ക്, ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗങ്ങൾക്ക് സന്തോഷം നൽകും. പക്ഷെ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയില്ല. അത് മാത്രമാണ്. ആ സന്തോഷത്തിലൂടെ മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കും അല്ലെങ്കിൽ ലഭിക്കണം എന്ന ആഗ്രഹത്തിന്റെ വെളിച്ചത്തിലാണ് മോഡിയും ഷായും കൂടി ആലോചിച്ച് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലോ ശ്രീ സോമപ്രസാദ് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ലേ. അദ്ദേഹം പാർലമെന്റ് അംഗമായിരിക്കുന്ന സമിതിക്കകത്ത് നാളെ ചർച്ച ചെയ്യാനിരിക്കുന്ന ഒരു ബില്ലിന്റെ പകർപ്പ് പോലും അവർക്ക് കൊടുത്തിട്ടില്ല. അവർക്ക് പഠിക്കാൻ, അവർക്കത് മനസ്സിലാക്കാൻ, ഭരണഘടനയുടെ തത്വങ്ങളെ ഏതൊക്കെ തരത്തിൽ അത് ബാധിക്കുന്നു, അനുകൂലിക്കുന്നു, പ്രതികൂലിക്കുന്നു, ഈ തുടങ്ങിയതിനെക്കുറിച്ചൊരു പഠിക്കാനോ ചർച്ച ചെയ്യാനോ അതിന്റെ വകുപ്പ് തിരിച്ചുള്ള ചർച്ചകൾ നടത്താനോ അല്ലെങ്കിൽ ആലോചന നടത്താനോ പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാനോ പാർട്ടിയുടെ കമ്മിറ്റികളുമായി ആലോചിക്കാനോ ഒന്നിനും ഒരു അവസരം കൊടുക്കാതെ ഇതാ സാമ്പത്തിക സംവരണത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. അവിടെ സാമ്പത്തിക സംവരണം ഇവിടെ ശ്രീ പെരുമാൾ പറഞ്ഞതുപോലെ ശ്രീ മുരുകൻ സംസാരിച്ചതുപോലെ സംവരണം എന്നതിൻ്റെ അടിസ്ഥാന തത്വം, സംവരണം എന്തിലാണ്? സാമ്പത്തികമാണോ അതല്ല സാമൂഹ്യമായ ഉന്നതിക്ക് വേണ്ടിയുള്ളതാണോ? അതാണ് നമ്മൾ ആദ്യമായി ആലോചിക്കേണ്ടത്. പക്ഷെ ഞങ്ങളിപ്പോൾ ആ ചർച്ചയ്ക്കില്ല. സാമൂഹ്യമായ ഉന്നതി ഉണ്ടാക്കുന്നതിനുള്ള സംവരണങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് മറ്റേ സംവരണങ്ങൾ, സാമൂഹ്യ സംവരണത്തിന്റെ അളവുകൾ കുറക്കാതെ
ഇതിലേക്ക് സംവരണം ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതി എന്ന നിലയ്ക്ക് അതിനെ ആലോചിച്ചാൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷെ ഒരു പൊതുവായ ചർച്ച വേണ്ടേ? ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുമായുള്ള ഒരു ചർച്ചയ്ക്ക് ഇത് വിഷയീഭവിപ്പിക്കണ്ടേ? അതൊന്നുമില്ലാതെ ശ്രീ ലാൽ ഇവിടെ സൂചിപ്പിച്ചു ഒരു കാര്യം വളരെ വ്യക്തമായി. റഫേൽ ഇഷ്യൂ, അതുപോലെ തന്നെ നിരന്തരമായ പ്രധാനപ്പെട്ട ഇഷ്യൂകൾ, കർഷക പ്രക്ഷോഭങ്ങൾ, ഇന്നും ഇന്നലെ നാളെയുമായി നടക്കുന്ന തൊഴിലാളി സമരം, തൊഴിലാളികളുടെ പണിമുടക്ക്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു അവസരത്തിൽ പാർലമെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ആർക്കെങ്കിലും ചില ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു ബില്ല് അവതരിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പ്രമേയം കൊണ്ടുവന്ന് ആ ബില്ലിലൂടെ സന്തോഷം നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ തീരുമെന്നും അതുവഴി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്കുള്ള തിരികെ വരവ് സാധ്യമാകുമെന്നുള്ള BJPയുടെ മൂഢസ്വർഗത്തിലുള്ള ബോധം കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ 2014 അവർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ പോയതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരാണ്. ഇനി ഇവരെ ഇങ്ങോട്ടേക്ക് അയച്ചുകൂടാ എന്ന ഒരു തീരുമാനത്തിൽ ഇന്ത്യ മൊത്തത്തിലെത്തിയ പശ്ചാത്തലത്തിൽ ഈ ഒരു സന്തോഷദായകമായ ബില്ലിനെ കൊണ്ട് അവർക്കൊരു രക്ഷയുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ സന്തോഷം അങ്ങനെ ഉണ്ടായാൽ മാത്രം മതിയോ? മനസ്സിൽ ചില ആളുകളോടുള്ള വെറുപ്പ്, വിദ്വേഷം, അവരൊക്കെ ഇങ്ങനെ നമ്മളെക്കാൾ കുറെ മുമ്പിൽ, സാമ്പത്തികമായി ഒക്കെ കുറെ മുമ്പിൽ നിൽക്കുന്നു കുറെ പേരെങ്കിലും എന്ന് ഉള്ള കാഴ്ചകളെ വർണ്ണിച്ച് ആ കാര്യത്തിൽ ഇതാ ഒരു എതിർപ്പുണ്ടായിരിക്കുന്നു, അതിനൊപ്പമല്ലാതെ ഞങ്ങൾക്കൊപ്പം ഇതാ കുറച്ചു പേർ ഒരു സർക്കാർ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ച് ഒരു സന്തോഷം തൽക്കാലത്തേക്ക് ഉണ്ടാക്കുക. ഈ സന്തോഷവും സമാധാനവും ഒക്കെ ശാശ്വതമാകണ്ടേ? ഈ ബില്ലിൽ സമഗ്രത ഉണ്ടാകണ്ടേ? അതിൽ സംസ്ഥാനങ്ങൾക്ക് നീതി വേണം, ജാതിപരമായും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവർക്ക് വിശ്വാസം വേണം, അവർക്കും നീതി കിട്ടണം. വർഗപരമായി പിന്നോട്ട് നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മുന്നോക്കമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഒരു തരത്തിൽ നീതി കിട്ടണം. അങ്ങനെ വിചാരിക്കുന്ന പാർട്ടികളും ഒക്കെയാണ് മുഖ്യധാര പാർട്ടികൾ. അങ്ങനെ എല്ലാവർക്കും ഒരു തരത്തിൽ നീതി കിട്ടേണ്ടതുണ്ട്. ഒരു സന്തോഷം താൽക്കാലികമായി ഉണ്ടായാൽ പോരാ. ഈ സന്തോഷത്തിന്റെ മറ പിടിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ മുന്നോക്കരും പിന്നോക്കരും എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴായി നടന്നിട്ടുള്ള അടി അങ്ങനെ ഉണ്ടായാൽ പോരാ. ആ അടിയിൽ ഒരു ആവേശമുണ്ടായി സന്തോഷം ഇങ്ങനെ നമ്മുടെ ലേബലിൽ ഉണ്ടാക്കി വെച്ചാൽ പോരാ. അവിടെ കൃത്യത വേണം. എല്ലാവർക്കും പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിൽ വിശ്വാസ്യതയുള്ള ഒരു ഘട്ടമുണ്ടാകണം. അതിനുള്ള ചർച്ച നടക്കണം. അല്ലാതെ ഈ ചരിത്രം പറഞ്ഞും ചരിത്രത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ലേബലുകൾ ചൂണ്ടിക്കാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശം കാണിച്ച് സന്തോഷത്തോടുകൂടി ഇരുന്നാൽ മാത്രം പോരാ. കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിവിടെ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇപ്പോൾ പറയുന്നതായി ബ്രേക്കിംഗ് ആയി പോലും വരുന്നത്. വിശാലമായ ചർച്ച വേണം, ഭേദഗതികൾ ആവശ്യമുണ്ട്. ഇതാ ഭരണഘടനാ സ്ഥാപനമായ രാജ്യസഭയെ പോലും നോക്കുകുത്തിയാക്കി ബില്ലിന്റെ കോപ്പി പോലും കൊടുക്കാതെ ഈ 24 മണിക്കൂറിൽ കൊണ്ടുവച്ച് ബില്ല് അവതരിപ്പിച്ച് പാസാക്കി സന്തോഷിപ്പിച്ചു വിടുന്ന പദ്ധതി പോരാ എന്ന് തോന്നുന്നത് പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ അതിന്റെ കൂടെ നിൽക്കണ്ടേ? പഴയതുപോലെ ഇനിയിപ്പോൾ ചക്ക വീണാൽ മുയൽ ചാകുമോ? രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ഇതുപോലെ ചർച്ച നടന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് പ്രതിപക്ഷവുമായി BJPയുമായി മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അയ്യപ്പ ഭക്തർ വരുന്നുണ്ടായിരുന്നു? എന്തുകൊണ്ട് സഖാവ് പിണറായി വിജയൻ ഇവരുമായി എല്ലാം ചർച്ചയ്ക്ക് ശേഷം സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹം ഇതുപോലുള്ള ചർച്ച നടത്തിയില്ല? അതെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ആവശ്യമില്ലാത്ത ചർച്ച കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയുടെ താല്പര്യവും നിങ്ങളുടെ താല്പര്യവും ഏതാണ്ട് ഒന്നാണെന്ന് വ്യക്തമാക്കി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്റെ വായടയ്ക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ, അത് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഉത്തരമില്ലാതെ പോയത്. ഇപ്പോൾ ഈ കാര്യത്തിൽ സാമ്പത്തിക സംവരണത്തിന്റെ പേര് പറഞ്ഞു സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് പിന്നോക്കരെയും തമ്മിൽ അടിപ്പിക്കാൻ സാധിക്കും. റഫേൽ പിന്നോട്ട് പോകും. അപ്പോൾ ഈ ശ്രീലാൽ ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിന്റെ നിലപാട് ചർച്ച ചെയ്യാൻ നിങ്ങളുടെയും താല്പര്യം. എന്നിൽ നിന്ന് ശ്രീലാൽ പ്രതീക്ഷിക്കുന്ന ഉത്തരം മാത്രം പറയാനാണെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് ഒരു നോക്കുകുത്തി പോലെ ഇരുത്തിയിരിക്കുന്നത്? താങ്കൾ സ്വയം ചോദിക്കേണ്ടതാണ്. എന്റെ ചോദ്യം എന്താണെന്ന് താങ്കൾ കേട്ടോ? എന്റെ ചോദ്യം ഇതാണ്, ഈ നാട്ടിൽ നടക്കുന്ന മുന്നോക്കരും പിന്നോക്കരും തമ്മിലുള്ള ഒരു അടി ഉണ്ടാക്കുക എന്ന
ബിജെപിയുടെ വർഗീയ ഞാനൊരു കാര്യം വിഷം കലർന്ന രാഷ്ട്രീയം ഇവിടെ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് CPM-ഉം കോൺഗ്രസും പറയുമ്പോൾ അതിന് തെളിവായിട്ട് അവർ നിരത്തുന്നത് ഇത്ര തിടുക്കത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് ഈ ഒളിച്ചു കിടത്തുന്നത് പോലെ നിങ്ങൾ പറയുന്നത് എന്താണ്? ഈ സ്ത്രീകളെ ഒളിച്ചു കിടത്തുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ഒളിച്ചു കിടത്തലാണ്. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷമുള്ള ബി ജെ പി പാർട്ടിക്കാർ അവരൊരു ഓർഡിനൻസ് കൊണ്ടുവന്ന് അവരത് ജയിക്കുക തന്നെ ചെയ്യും. അവിടെ എന്തോ ഒളിച്ചു കിടത്തലാണ്? ഭൂരിപക്ഷമായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ പാർലമെന്റിലെ ഭൂരിപക്ഷമുള്ള ബി ജെ പി പാർട്ടി വളരെ ഒരു ബില്ലാണ്. ഈ ബില്ലിന്റെ കാര്യത്തിൽ അത് പാസ്സാവും. ഏത് ഭൂരിപക്ഷത്തിന്റെ ബലം വെച്ച് ബില്ല് പാസ്സാക്കുക എന്നുള്ളതല്ല. അതിനെ അനുകൂലിക്കാൻ CPM ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. അവരും ചിലപ്പോൾ ഇതിനെ അനുകൂലിച്ചേക്കും. പ്രശ്നം അതല്ല പ്രശ്നം. ഈ ബില്ലിനകത്തുള്ള കാര്യങ്ങൾ രാജ്യത്തിന് അറിയണ്ടേ? അത് വായിച്ചു നോക്കാൻ പോലും ഇല്ലാതെ കൈയടിച്ച് പാസ്സാക്കിയാൽ മതിയോ? ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ ശ്രീ മുരുകനൊക്കെ ചൂണ്ടിക്കാട്ടിയ അതല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരുപാട് പാർട്ടികൾ CPM-ഉം കോൺഗ്രസും ഇവിടെ പറയുന്നത് കേട്ടല്ലോ. ഇതിനകത്ത് എന്താണെന്ന് പോലും ഇപ്പോൾ വായിച്ചു നോക്കാൻ പോലും നേരത്തെ കൊടുത്തിട്ടില്ല. ഭേദഗതികൾ നിശ്ചയിക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച പോലും ഇല്ലാതെ ഈ ബില്ല് പാസ്സാക്കി ഇത് എവിടെ നടപ്പിലാക്കാൻ ആണ് ആളുകളെ ലക്ഷ്യമാക്കുന്നത്? ഇതേ ചോദ്യം തന്നെയാണ് ഞാനും ചോദിച്ചത്. ശബരിമല വിഷയത്തിൽ പിണറായി താങ്കൾ ഒന്ന് കൈ പൊക്കിയത് കൊണ്ട് താങ്കൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീ മുരുകനിലേക്ക് പോവാം. അല്ല, ഈ ശബരിമല പ്രശ്നത്തില് ഈ പ്രശാന്ത് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞങ്ങ് പോയാൽ പ്രശ്നം തീർന്ന്. ശബരിമല പ്രശ്നം എന്ന് പറയുന്നത് പാർലമെന്റില് എവിടെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നത് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന് ഉണ്ടായതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടല്ല. അത് RSS-ഉം BJP-ക്കാരും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ വിശ്വാസികളായിട്ടുള്ള തന്നെ വനിതാ വക്കീലന്മാര് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു കേസിനെ ആസ്പദമാക്കിക്കൊണ്ട് സുപ്രീം കോടതി നടത്തിയ ഒരു വിധിയാണ്. അല്ല സാർ, ആ സുപ്രീം കോടതി നടപ്പിലാക്കുന്ന ഈ രാജ്യത്ത് ആരുടെയും അനുവാദം ആവശ്യമില്ല. അത് ചർച്ച ചെയ്യേണ്ട ഒരു അത് സുപ്രീം കോടതി ഈ രാജ്യത്ത് സുപ്രീം കോടതിയുടെ വിധി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. വാസ്തവത്തിൽ സുപ്രീം കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട് 10-നും 50-നും വയസ്സിന് പ്രായം ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാം എന്ന വിധി വന്നതോടുകൂടി ആ നിമിഷം മുതൽ ഇന്ത്യ രാജ്യത്ത് ആ വിധി നടപ്പിലാക്കി കഴിഞ്ഞു. അത് നടപ്പിലാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കേണ്ട. കേരളത്തിലെ BJP എങ്കിലും കേന്ദ്രത്തിലെ BJP എടുക്കാത്ത RSS തുടക്കത്തിൽ എടുക്കാത്ത നിലപാടെടുത്ത് ഇവരെ സന്തോഷിപ്പിച്ചു, സന്തോഷം കൊടുത്തു. അതാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ബില്ല് വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇവർക്ക് സന്തോഷമായി. ആ സന്തോഷം ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. ഒരു മിനിറ്റ് അദ്ദേഹം പറയട്ടെ. അല്ല, അതിപ്പോ അല്ല, ഇത് ഞാൻ ഈ ശബരിമല പ്രശ്നവും ഇതും കൂടെ അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും ഒരു കമ്പാരിസണും ഇല്ലാത്ത കാര്യമാണ്. അത് ഞാൻ സൂചിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ. അതേ സമയത്ത് ഈ ബില്ല് ഇപ്പോ പാർലമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ല് ഞങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ അവസരം കിട്ടണ്ടേ? ഈ 24 മണിക്കൂർ വാസ്തവത്തിൽ ഭേദഗതി കൊടുക്കാനായിട്ട് വേണം നിയമപരമായി. ആ 24 മണിക്കൂർ അനുവദിച്ചിട്ടില്ല. നാളെ രാവിലെ 11 മണിക്ക് ബില്ല് അവതരിപ്പിച്ചാൽ ഇപ്പോൾ പോലും എന്റെ ബില്ലിന്റെ കോപ്പി കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ കൊടുക്കുക? ശരി. അപ്പൊ ശ്രീ PV മുരുകൻ, അതാണ് അവസ്ഥ എന്നുള്ളത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ രാജ്യത്ത് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് അവതരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവർക്ക് നല്ല അവസരവും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബില്ല് കിട്ടിയില്ല, പ്രശ്നം അത് എവിഡന്റ് ആണ്. അതെ. അപ്പൊ ഇവിടെ പ്രശ്നം അതല്ല. രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാവൂ. സ്വാഭാവികമായും രാജ്യസഭയിൽ ബില്ല് പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോക്സഭയിൽ പാസ്സാവുമായിരിക്കാം. രാജ്യസഭയുടെ ഘടന വേറെയാണ്. രാജ്യസഭയിൽ നമ്മൾ പറയുന്ന പ്രാദേശിക കക്ഷികൾ യു പിയിൽ നിന്നും മറ്റ് ബീഹാറിൽ നിന്നൊക്കെയുള്ള ഒരുപാട് പ്രാദേശിക കക്ഷികളുണ്ട്. ആ പ്രാദേശിക കക്ഷികൾക്ക് പ്രാതിനിധ്യമുള്ളതാണ്. അവരെല്ലാം ADMK എതിർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത് വെച്ചിട്ട് സ്വാഭാവികമായും ഈ ബില്ല് പാസ്സാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് BJP ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് രാഷ്ട്രീയം നേരത്തെ നമ്മൾ പറഞ്ഞാണ്. അതിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. BJPക്ക് പെട്ടെന്നൊരു സംവരണ താല്പര്യം വന്നു. ഇതുവരെ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നവരുടെ പേരിൽ ഒരു സംവരണ ഒരു താല്പര്യം ഉണ്ടാവാത്ത BJP പെട്ടെന്നൊരു മുന്നോക്ക സംവരണ താല്പര്യത്തോടു കൂടി പെട്ടെന്ന് ഈ 11-ാം മണിക്കൂറിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ രാഷ്ട്രീയം ഇവിടെ എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ രാഷ്ട്രീയമാണ്. മോഡിയുടെയും അമിത്ഷായുടെയും നല്ല ഒരു രാഷ്ട്രീയമാണ്. അവർ രാഷ്ട്രീയ കളിയാണ് ഇത്. വാസ്തവത്തിൽ ഇത് എല്ലാവർക്കും വ്യക്തമാണ്. ആ രാഷ്ട്രീയ കളി എന്താണെന്നുള്ള എല്ലാവർക്കും വ്യക്തമാണ്. പ്രതിപക്ഷം എതിർക്കും. പ്രതിപക്ഷം എതിർക്കുന്ന പ്രതിപക്ഷത്തെ
മൂലക്കിരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് കൊണ്ടുവന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിനും ഈ പറഞ്ഞതുപോലെ മുഖ്യ പ്രതിപക്ഷങ്ങൾക്കൊക്കെ ചിലപ്പോ ഈ കാര്യത്തിലുള്ള അവരുടെ പ്രഖ്യാപനത്തിനൊപ്പം നിൽക്കുമ്പോൾ അവരൊന്ന് ആശയക്കുഴപ്പത്തിലാക്കും. സ്വാഭാവികമായിട്ട് മുഖ്യ പ്രതിപക്ഷങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ട്. കാരണം എന്താണ്, സംവരണ സംബന്ധമായ വിഷയങ്ങളിൽ അവർക്ക് വ്യക്തതയില്ല, അവർക്ക് സ്റ്റാൻഡില്ല, വാസ്തവത്തിൽ സ്റ്റാൻഡില്ല. CPM-നൊക്കെ മുമ്പ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് സംബന്ധിച്ച് വ്യക്തമായ സ്റ്റാൻഡ് മണ്ഡൽ കമ്മീഷന്റെ കാലത്ത്, VP സിംഗിന്റെ കാലത്ത് CPM ഉണ്ടായിരുന്നു. ഇന്നിപ്പോ CPM തന്നെയും ആ കാര്യത്തിൽ ഒരു വേവറിംഗ് ഒരു അവസ്ഥയിലാണ്. സാമ്പത്തിക സംവരണത്തിൽ അവർ പിന്നോട്ടല്ല ഈ കാര്യത്തിൽ. ഇന്നലെ തന്നെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞ എന്താണ്, ഇന്നൊരു പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് എത്ര വേഗം നടപ്പാക്കണം എന്നുള്ളതാണ്. എത്രയും വേഗം നടപ്പാക്കി. മുരുകൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ തർക്കം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് BJP-യുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ആ തർക്കത്തിലേക്ക് പോകുക, അങ്ങനെ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളെയും പൊതുസമൂഹത്തെയും തമ്മിലടിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അല്ലാതെ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഈ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്നവർക്കുടെ അവരുടെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇതിൽ എല്ലാവർക്കും വ്യക്തമല്ലേ. പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ NSS ഇത് ഭയങ്കര സ്വാഗതം ചെയ്യുന്നുണ്ട്. NSS എത്ര വർഷമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ NSS-നെ ഇത് സ്വാഗതം ചെയ്യാം, അവരെ സന്തോഷിപ്പിക്കാം. കേരളത്തിലല്ല വാസ്തവത്തിൽ ഇതിന്റെ രാഷ്ട്രീയം. നേരത്തെ ലാൽ സൂചിപ്പിച്ചത് ഞാൻ കേട്ടായിരുന്നു. UP രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കറിയാം, BSPയും SP-യും അവരുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ 10% മുന്നോക്ക സാമ്പത്തിക സംവരണത്തെ അവർ എതിർക്കുന്നുണ്ട്, അവർക്ക് എതിർത്തേ പറ്റൂ. അപ്പം അവിടെ അങ്ങനെ ഒരു മുന്നണി ഉയർന്നു വരുന്നതിനെതിരെ പ്രയോഗിച്ച UP-യിലും ബീഹാറിലുമൊക്കെ ഉള്ള രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ്, അല്ലാതെ കേരളത്തെ കണ്ടുകൊണ്ടൊന്നുമല്ല. കേരളത്തിൽ NSS-ന്റെ വോട്ട് കിട്ടിയിട്ട് ഇവിടെ 2 സീറ്റ് നേടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല അമിത്ഷായും മോഡിയും ഇത് കൊണ്ടുവന്നത്. വാസ്തവത്തിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹാർട്ട്ലാൻഡിലുള്ള ചില സംസ്ഥാനങ്ങളിൽ അവർക്കുണ്ടായ തിരിച്ചടി നേരിടാൻ വേണ്ടിയിട്ട് ആ തിരിച്ചടി എങ്ങനെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ സോമപ്രസാദിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ PM സുരേഷ് ബാബു, ഇപ്പൊ നേരത്തെ വളരെ കൗതുകകരമായ ഒരു പരാമർശം ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ നടത്തി. ഒരുപാട് പേര് ആ സന്തോഷമുണ്ടാക്കുന്ന ആളുകൾ, ഈ കാര്യത്തിൽ സന്തോഷം വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുമ്പ് പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിനിമകളിൽ നായകന്മാർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചില ആളുകളുടെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ, ചിലരുടെ മാളികകൾ, ഇതൊക്കെ കണ്ടില്ലേ, ചിലരൊക്കെ മാത്രം ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് സംവരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്, സംവരണം പാടില്ല എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്ന ഒരു കാഴ്ച. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, അവരെ സന്തോഷിപ്പിക്കാൻ തന്നെയാണ് ഈ നോട്ട് നിരോധിച്ചും ചിലരുടെയൊക്കെ കച്ചവടം പൂട്ടിച്ചത് നമ്മൾ കണ്ടത്. ഈ ചില ആളുകൾ മാത്രം ഇവിടെ പാവപ്പെട്ടവർ ഈ കാർഡില്ലാതെ, അതായത് കാർഡ് എക്കോണമി അല്ലാതെ ക്യാഷ് എക്കോണമി മാത്രം വെച്ച് ചില ചെറുകിട കർഷകരും കച്ചവടക്കാരും മുന്നോട്ട് പോയതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളത് നമുക്കറിയാം. അവരെയൊക്കെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നോട്ട് നിരോധനം പോലും കൊണ്ടുവന്നതായി പിന്നീട് കണ്ടെത്തിയത്. മറ്റൊരു പ്രയോജനവും അതുകൊണ്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചില പെട്ടെന്നുണ്ടാകുന്ന ചില സന്തോഷങ്ങളുള്ള ഗ്രൂപ്പുകളെ കയ്യിലെടുക്കാൻ എന്നത് ശ്രീ മുരുകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ പോലും തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടി കൊണ്ടുപോകുന്നതാണ്. അവിടെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ തന്നെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമുണ്ടല്ലോ. അതിന് ഇപ്പോൾ എന്ത് തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ടാകും? ഇതിനകത്ത് വളരെ വ്യക്തമായി നമുക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ ശ്രീ ലാൽ ഇവിടെ സൂചിപ്പിച്ച എല്ലാ കണ്ടൻസിനോടും അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരമൊരു സമീപനം പാർട്ടികളും കൂടി അതിനെ ഗൗരവത്തിലെടുക്കണം, എല്ലാ പാർട്ടികളും എടുക്കണം. എന്താണ് BJP-യുടെ അന്തിമമായ രാഷ്ട്രീയ ലക്ഷ്യം, ഏത് ലക്ഷ്യത്തിലേക്കാണ് അവർ ഇതിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്? അതിന് പ്രാദേശികമായോ അതല്ലെങ്കിൽ താത്വികമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ എനിമി ഏത്, രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട ശത്രു ഏത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അഖിലേഷ് യാദവ് ആയാലും മായാവതി ആയാലും അതേപോലെ തന്നെ കേരളത്തിൽ എടുത്ത പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും അവരൊന്നും ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ല. അവർ 1-2 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫൂട്ടിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 1-2 മാസം കൊണ്ട് അവരുടെ ചിന്താഗതിയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാം. ആ മാറ്റങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടുന്നതായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ഓർത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ധർമ്മം നിർവഹിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയില്ലെങ്കിൽ ഈ പറഞ്ഞ തെക്ക് നിന്ന് വടക്കോട്ടുള്ള യാത്രയിൽ ഉയരുന്ന മണികർമ്മ്യങ്ങളോടുള്ള
ശത്രുതാപരമായ സമീപനം വെച്ച് രാജ്യത്ത് ശത്രുതയുടെയും സാഹോദര്യമില്ലായ്മയുടെയും വളരെ തെറ്റായ അല്ലെങ്കിൽ വളരെ മോശമായ വിത്ത് പാകുന്നതായിരിക്കും ഫലം എന്ന് ഉൾക്കൊള്ളാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ശ്രീ സോമപ്രസാദ്. യെസ്, ഇപ്പോ തൊട്ടു മുമ്പ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് ഇന്നലെ CPM-ന്റെ 2 PB മെമ്പർമാർ ഇതിനെ സ്വാഗതം ചെയ്തു, ഉടനെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. ഇന്ന് വ്യത്യസ്തമായിട്ട് അഭിപ്രായം പറയുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പണ്ട് സംവരണത്തെ സംബന്ധിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു നയമുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വന്നിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. ഇന്നലെ യഥാർത്ഥ ഈ ബില്ല് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. നമ്മൾ TV-യിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിയുന്നത് എന്താണ്? കേന്ദ്ര ക്യാബിനറ്റ് കൂടി ഈ ഇങ്ങനെ പാവപ്പെട്ട മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു 10% സംവരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്നു എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതൊരാശയമാണ്. ആ ആശയത്തെ സ്വാഭാവികമായിട്ടും CPIM-ന്റെ PB മെമ്പർമാരടക്കം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതിലിപ്പോഴും എന്താ കുഴപ്പം? ഇപ്പോഴും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോഴും ഞങ്ങൾ തർക്കിക്കുന്നില്ലല്ലോ. CPM-ന്റെ 1978 മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള നയമാണ് ഈ മുന്നോക്ക ജനവിഭാഗത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ചെറിയ ശതമാനം സംവരണം എന്നുള്ളത്. ആ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ന് ബില്ല് വന്നു. ആ ബില്ല് ഞാനിതുവരെ കണ്ടിട്ടില്ല. ബില്ലിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ എങ്ങനെയാണ് ഈ ബില്ല് ബാധിക്കുക? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം, സംവരണ ആനുകൂല്യം അണുവിട പോലും കുറയാൻ പാടില്ല എന്നുള്ളതാണ് CPIM-ന്റെ നിലപാട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗം മാത്രമല്ല, പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം യാതൊന്നും തന്നെ ഒരു ശകലം പോലും കുറയാൻ പാടില്ല. ഇത് രണ്ടും അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഈ പറയുന്ന മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ചെറിയ ശതമാനം സംവരണം നടപ്പിലാക്കേണ്ടത്. അങ്ങനെയാണോ ഈ ബില്ല് വിഭാവനം ചെയ്യുന്നത്? വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ചിട്ടാണെങ്കിൽ പുതിയ ബില്ലിൽ ഈ സ്വകാര്യ മേഖലയിലും ഈ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 10% ആളുകൾക്ക് സ്വകാര്യ മേഖലയിലും തൊഴിൽ കിട്ടുന്നതിന് സംവരണം ഏർപ്പെടുത്തുന്നു എന്നാണ്. എന്നാൽ അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുണ്ടോ, പിന്നോക്ക വിഭാഗത്തിനുണ്ടോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും പിന്നോക്ക വിഭാഗത്തിനും ഇല്ലാത്ത ഒരു ആനുകൂല്യം ഇപ്പോൾ ഈ ബില്ലിനകത്ത് ഈ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് വ്യക്തമാണ്. സോമപ്രസാദ്, വരുമാനത്തിന്റെ കാര്യത്തിൽ 8 ലക്ഷമാണ് വാർഷിക വരുമാനം എന്ന് വെച്ചിരിക്കുന്നതിലും ഇപ്പോഴും തർക്കമുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ഇതെല്ലാം അഴക്കുഴമ്പനാണ്. ഇങ്ങനെയാണോ ഒരു പാർലമെന്റ് ഒരു ബില്ല് അവതരിപ്പിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഇതിൽ എതിർക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് വളരെ വളരെ വിരളമാണ്. ഈ ആശയത്തോട് യോജിപ്പുള്ളവരാണ് മഹാഭൂരിപക്ഷവും. സ്വാഭാവികമായും അവരെല്ലാം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് രാജ്യത്ത് ഒരു കൺസെൻസസ് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ പാർലമെന്റ് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പിരിയാൻ പോകുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം 6 മണിക്ക് കൊണ്ടുവന്ന് ലോക്സഭ അവതരിപ്പിക്കുന്നത്. ശരി, അപ്പൊ ഞാൻ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്. ഒരുപക്ഷെ അങ്ങേപ്പോലുള്ളവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ BJP-ക്ക് ഈ ഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്നത് തന്നെ അതാണ്. അതായത് സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആശയത്തെ എതിർക്കാത്ത കോൺഗ്രസും CPM-നും അങ്ങനെ ഒരു ആശയത്തെ മുന്നിൽ വെച്ച് നിങ്ങൾ എതിർക്കുന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ ആ ആശയത്തെ അവർക്ക് അനുകൂലിക്കേണ്ടി വരും. പക്ഷെ അതേസമയം ഈ സംവരണത്തെ ഇപ്പോൾ അട്ടിമറിക്കുന്ന രീതിയിൽ ബില്ലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നോക്കി ഭേദഗതികൾ കൊണ്ടുവരാനുള്ള സമയം പോലും ഇല്ലാതെ ഈ ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ ചർച്ച പോലും മാറ്റിമറിച്ച് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ അതിന് ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നു എന്നുള്ളൊരു തരത്തിലേക്ക് അങ്ങേപ്പോലുള്ളവരെ പോലും ഒരുപക്ഷെ ഒന്ന് ആശയ കുഴപ്പത്തിലാക്കി പ്രതിപക്ഷത്തെ പോലും വിമർശിക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു തോന്നൽ BJP-ക്ക് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? എനിക്കൊരു ആശയക്കുഴപ്പമില്ല. എനിക്കെന്താ ആശയക്കുഴപ്പം? ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീ സോമപ്രസാദ് മനസ്സിലാക്കാത്തതാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, ഇങ്ങനൊരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എടുക്കും, മന്ത്രിസഭ തീരുമാനം എടുക്കുമ്പോൾ CPM-നെ പോലുള്ള ഒരു പാർട്ടിയുടെ ഉന്നത നേതാക്കൾ എടുത്തിയാടിയാണോ പ്രതികരിക്കേണ്ടത്? ശ്രീ PV മുരുകൻ ഇന്ന് പ്രതികരിക്കണം, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ലോക്സഭയിൽ സമയം പോലും തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ചതിക്കുഴികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇന്നലെ മനസ്സിലായില്ല. ഇന്നലെ മനസ്സിലായെന്നുള്ളത് എവിഡന്റ് ആണല്ലോ. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇന്ന് മാറ്റി പറയേണ്ടി വന്നത്. തത്വത്തിൽ അംഗീകരിക്കുമ്പോൾ പോലും ഇന്നലെ PB അംഗം SRP പറഞ്ഞെന്താണ്, വളരെ വേഗം നടപ്പാക്കണം എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് വളരെ വൈകാതെ നിയമനിർമ്മാണം നടത്തി ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞത്.
അങ്ങനെയല്ല വാസ്തവത്തിൽ CPM-നെ പോലുള്ള ഒരു പ്രസ്ഥാനം പ്രതികരിക്കേണ്ടത്. ശ്രീ സോമപ്രസാദ്, ഒരുപക്ഷേ ഈ കാര്യത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്. ഈ അല്ല അദ്ദേഹം ഇപ്പൊ എനിക്കിപ്പോ ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നുമില്ല. അല്ല, ശ്രീ സോമപ്രസാദ് തന്നെ അത് വ്യക്തമാക്കട്ടെ. അതായത് ഈ കാര്യത്തിൽ എന്തായാലും ഒരു തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് BJP പോലും കാണുന്നത് ഈ ജാതിപരമായ സംവരണത്തിന്റെ കാര്യത്തിലും സാമ്പത്തിക സംവരണത്തിന്റെ കാര്യത്തിലും ഈ മുന്നോക്ക പിന്നോക്ക അടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉണ്ടാകുമല്ലോ. അവിടെ ഇതിനെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയി കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ ചർച്ച ചെയ്ത് വോട്ട് ചെയ്യൂ എന്നൊരു നിലപാടിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഘട്ടമുണ്ട് എന്ന് ജനങ്ങളോട് പറയാൻ പറ്റാത്തൊരു, അതിനുള്ള സമയം പോലും ഇല്ലാത്തൊരു അവസ്ഥയുണ്ടോ ഇപ്പോൾ ശ്രീ സോമപ്രസാദ്? തീർച്ചയായിട്ടും ഇത് ഞാനീ പറഞ്ഞ ശ്രീ മുരുകൻ, അദ്ദേഹത്തിന് തന്നെ ഇതിനെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാളാണല്ലോ. പക്ഷെ അദ്ദേഹം തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സംശയത്തിന്റെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സംശയമുണ്ടെന്ന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന തരത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരാശയം പറയുന്നു, ആ ആശയത്തിനോട് യോജിപ്പുണ്ടോ? ഉണ്ട്. എന്നാൽ ആ ആശയം രാജ്യത്ത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം, ഇന്നലെ ഈ കാര്യം പറയുമ്പോൾ തന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി ഇപ്പോൾ ഈ ബില്ലിങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ അതിനോട് കൃത്യമായി ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തെ അടക്കം പരിശോധിക്കണം, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കാണിക്കുന്ന ജിബിക്കാണോ എന്നുള്ള അടക്കം പരിശോധിക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചാണ്. പക്ഷേ ഈ ഒരു ആശയത്തിനെ CPM എതിർക്കുന്നോ? ഇല്ല, അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നാൽ അത് നടപ്പിലാക്കാൻ കൊണ്ടുവന്ന രീതി, അവതരിപ്പിച്ച രീതി, ആ ബില്ലിനെ പറ്റി പഠിക്കാൻ അവസരം കൊടുക്കാതെയുള്ള കാര്യം, പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതെങ്കിലും നഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനുള്ള അവസരമില്ലാത്തത്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ ഇങ്ങനെ കാണുന്നത്. പിന്നെ രാജ്യസഭയിലൊന്നും അങ്ങനെ പെട്ടെന്ന് ഈ ബില്ല് പാസ്സായി കൊണ്ടുവരാനുള്ള ഭൂരിപക്ഷമൊന്നും BJPക്ക് ഇല്ല. ശ്രീ PM സുരേഷ് ബാബു, അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ രാജ്യത്തെ ചർച്ച ഏത് വഴിക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യത്തിലാണ് BJP ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവേഷണം നടത്തുന്നത്. ആ കാര്യത്തിൽ അവർക്ക് ഈ പഴയ വാഗ്ദാനങ്ങൾ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നതിലേക്കൊന്നും ചർച്ച കൊണ്ടുപോകാതെ പാർലമെന്റിൽ നിന്ന് രക്ഷപ്പെടാനാകുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കി അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പണ്ടത്തേതുപോലെ പ്രതിപക്ഷ കക്ഷികളെ അങ്ങനെ മാറ്റി നിർത്തി കൊണ്ടുപോകാൻ BJP വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തില്ല എന്ന് താങ്കൾക്ക് കരുതാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടോ? അല്ല, അവസാനത്തെ ആ പരാമർശത്തിനോട് ഞാനൊരു അന്തിമമായൊരു തീരുമാനം പറയാൻ ഇപ്പം തയ്യാറല്ല. എനിക്ക് ഈ രാജ്യത്തെ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് സംശയം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. പക്ഷെ ഞാനത് പറഞ്ഞ് രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ സഖ്യത്തിനെയോ ഐക്യത്തിനെയോ ഒന്നും ഇല്ലാതാക്കണമെന്ന് എൻ്റെ ഉദ്ദേശവുമില്ല. എനിക്കതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചൊക്കെ സംശയം പലപ്പോഴായി എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, അത് ഉണ്ടായിട്ടുമുണ്ട്. അതൊരു പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരാശയിൽ നിന്നുള്ള പ്രതിഫലനമാണ് എന്നൊന്നും നാളെ വ്യാഖ്യാനിക്കപ്പെടരുത്. ഈ പ്രതിപക്ഷ ഒറ്റ കാര്യം ശ്രീ സുരേഷ് ബാബു, ഈ പറയുന്ന സാമ്പത്തിക സംവരണത്തിന്റെ ബില്ല് വഴി ഇന്നും നാളെയുമായി രാജ്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളെയും രാജ്യത്തിനകത്ത് തന്നെയുള്ള സന്തോഷം ഉണ്ടാകുന്ന ഗ്രൂപ്പുകളെയും ആ കാര്യത്തിൽ നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന ഗ്രൂപ്പുകളെയും തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി മാറ്റാൻ BJPക്ക് ആകുമോ? അതിനെ തടയിടാൻ കോൺഗ്രസിനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ഉത്തരവാദിത്തമുണ്ടല്ലോ, അത് നിർവഹിക്കേണ്ട ഘട്ടമുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാകുമോ? നിങ്ങൾക്കെങ്കിലും സാധിക്കുമോ? അല്ല, ബിജെപിക്ക് അതാകുമെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രാജ്യത്തെ മീഡിയകളാണല്ലോ, മാധ്യമങ്ങളും പ്രിന്റ് മീഡിയയും അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയുമാണല്ലോ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായത്തെ ക്രോഡീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരു ആത്മപരിശോധന ലാലടക്കമുള്ള നമുക്ക് എല്ലാവർക്കും നടത്താം. ആരൊക്കെ എവിടെയൊക്കെയാണ് നിൽക്കുന്നത്, ഏതൊക്കെ സംവിധാനത്തിലാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. ശ്രീ സോമപ്രസാദ്, അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ ഒരു ഉത്തരം രാജ്യത്തിന് കൊടുക്കാൻ സാധിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ വ്യക്തത ഉണ്ടാകും. BJP വിചാരിക്കുന്ന പോലെ എളുപ്പമാകില്ല ഇത്തവണത്തെ ഈ തന്ത്രം എന്ന് CPM ഒരു മറുപടി കൊടുക്കും. ഇടതുപക്ഷത്തിന് അതിന് സാധിക്കും എന്ന് താങ്കൾക്ക് പറയാമോ ഈ ചർച്ചയിൽ? തീർച്ചയായിട്ടും, സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ ഇപ്പൊ ലോക്സഭയിൽ നടന്നിട്ടുള്ള ചർച്ചകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ
അതുപോലെ തന്നെ നാളെ രാജ്യസഭയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ രാജ്യസഭയുടെ മുഴുവൻ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലയിലേക്കാണ് ഈ ബില്ല് നാളെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്കിതിനെ സംബന്ധിച്ച് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ എനിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ സഭയിലിരിക്കുന്ന ആർക്കോ ഈ ബില്ലിനെ സംബന്ധിച്ച് വേണ്ടത്ര പഠിച്ച് കാര്യമായി ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ വരുത്തേണ്ട സംബന്ധിച്ചുള്ള പ്രപ്പോസൽ കൊടുക്കാനോ ഒന്നും തന്നെ അനുവാദമില്ലാതെ അവസരമില്ലാതെ വളരെ തിരക്ക് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ, ശരി, അത് നാളെ രാജ്യസഭയിൽ തുറന്നു കാട്ടും. ശരി. അപ്പൊ ഒരു 10 സെക്കൻഡ് ആ കാര്യത്തിൽ ആശങ്ക ഒട്ടുമില്ലാത്ത ആളാണ് ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ. ശ്രീ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഈ ബില്ല് അങ്ങനെ ആർക്കും സമയം കൊടുക്കാതെ ആണെങ്കിലും പാസ്സാക്കി കിട്ടിയാൽ മതി എന്ന കാര്യത്തിൽ താങ്കൾക്ക് ഉറപ്പാണല്ലോ? തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നു. ശരി, ശ്രീ പി വി മുരുകൻ, അതാണ് ആ സന്തോഷമാണ്. ഇതിനകത്തെ രാമജന്മഭൂമി എന്ന് പറയുന്ന വൈകാരിക പ്രശ്നം കെട്ടടങ്ങി കഴിഞ്ഞു. അപ്പം മറ്റൊരു വൈകാരിക പ്രശ്നം എടുത്തിടുകയാണ്. ഇത് സംവരണം എപ്പോഴും ഒരു വൈകാരിക പ്രശ്നം. നമുക്കറിയാം, മണ്ഡൽ കമ്മീഷന്റെ കാലത്ത് രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ നമുക്കറിയാം, ഒരുപാട് തീവയ്പ്പുകളും ഒക്കെ നമുക്ക് കണ്ടതാണ്. അപ്പം മറ്റൊരു വൈകാരിക പ്രശ്നം ഇതെടുത്തിടുകയാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, കർഷകരുടെ പ്രക്ഷോഭങ്ങൾ, കർഷകരുടെ ദൈനംദിന പ്രശ്നങ്ങൾ, അതുപോലെ ഇപ്പോൾ 2 ദിവസമായിട്ട് പണിമുടക്ക് കിടക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം സബ്സൈഡ് ചെയ്ത് പോകുമെന്നാണ് വാസ്തവത്തിൽ അവർ കരുതുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ സബ്സൈഡ് പോകുന്ന വിഷയങ്ങളല്ല ഇത് രണ്ടും. സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിലൊക്കെ വർഗീയ കക്ഷികളൊക്കെ ഒരു അജണ്ട ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിലേക്ക് വിടുമ്പോൾ രാജ്യം എങ്ങനെ ഒരുങ്ങിയിരുന്നു അന്ന് എന്നതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ മുരുകനൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ തൊഴിലാളികളും കർഷകരുമൊക്കെ എവിടെ നിൽക്കുന്നു ഇപ്പോൾ എന്നത് അറിയാതെയാണോ ഇത്തരത്തിലൊരു വിത്തെടുത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ണിലേക്ക് എറിയുന്നത് BJP? അത് പഴയതുപോലെ വളർന്ന് അവർക്ക് കൃത്യമായി നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമാണോ എന്നത് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നവർ ഏറെയുണ്ട് എന്നത് തന്നെയാണ് രാഷ്ട്രീയം പഴയതിനേക്കാൾ വ്യത്യസ്തമാക്കുന്നതും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സോമപ്രസാദ്, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ PV മുരുകൻ, പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ.